ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ ഹോം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ ഫസ്റ്റ് വീഡിയോയാണിത്. ഞാനിന്ന് റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് എങ്ങനെയാണ് ഹാർട്ട് ഷേപ്പിൽ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തന്നെ. സാധാരണ എല്ലാവർക്കും ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് മോൾഡ് ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നല്ല ഈസി ആയിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്ക്, റൗണ്ട് മോൾഡിൽ ഉണ്ടാക്കിയതാണ് ഈ സ്പഞ്ച്. ഇത് വച്ച് എങ്ങനെയാണ് നമ്മളൊരു ഹാർട്ട് ഷേപ്പിലേക്കുള്ള ഒരു കേക്കായി മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കതിന് ആദ്യമായിട്ട് ഐസിങ് ചെയ്യാം. ഐസിങ് ചെയ്യുന്നതിന് നമുക്ക് കേക്ക് മൂന്ന് ലെയറായി കട്ട് ചെയ്യണം. നമുക്ക് കട്ട് ചെയ്ത് വരാം. നമ്മൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഈ കേക്കിനെ നമ്മൾ ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് നമ്മൾ ആദ്യമായിട്ട് ഒരു ബോർഡ് വെക്കുക. ആ ബോർഡിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കണം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് എന്നിട്ട് ഒരു ആദ്യത്തെ ഫസ്റ്റ് ലെയർ കേക്ക് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുകളിൽ ക്രീം അപ്ലൈ ചെയ്യുക. നമുക്കതിന് നെക്സ്റ്റ് ലെയർ കേക്ക് വയ്ക്കുക. ഇങ്ങനെ 3 ലെയറും നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഫുള്ള് ഐസിങ് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇങ്ങനെ ക്രം കോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കേക്കാണ് ഇനി നമ്മൾ ഹാർട്ട് ഷേപ്പിലേക്ക് ആക്കണേ. എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു ടിപ്പാണിത്. നമ്മൾ ഒരു ബോർഡിൻ്റെ അറ്റം ഈ എഡ്ജ് തീരാൻ ഭാഗത്തിനാണ് റൗണ്ട് ഷേപ്പ് കേക്ക് വെക്കേണ്ടത്. ഈ സൈഡിലെ ബോർഡിന് സൈഡിൽ കുറച്ച് സ്ഥലം കൂടുതലും ഈ സൈഡിൽ കുറച്ച് സ്ഥലം കുറച്ചുമാണ് വെക്കേണ്ടത്. നമ്മൾ ഹാർട്ട് ഷേപ്പ് ഫിക്സ് ചെയ്യണത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലം അവിടെയാണ് കൂടുതൽ. നമ്മൾ സെൻറ്ററിലായിട്ട് കേക്ക് വെച്ചാൽ നമ്മുടെ ഹാർട്ടിൻ്റെ പകുതി ഭാഗം പുറത്തു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഇത് താഴേക്ക് ഇറക്കി വെച്ചാണ് കേക്ക് ഐസിങ് ചെയ്ത് സെറ്റാക്കി വെക്കേണ്ടത്. ഇനി നമുക്കിത് ഹാർട്ട് ഷേപ്പിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഏകദേശം ഈ കേക്കിൻ്റെ സെൻട്രൽ ഭാഗം നോക്കി ഒരു മാർക്ക് ചെയ്യുക, അടയാളം വയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ ഒരു ഏകദേശ കണക്കാണ് നമ്മളിങ്ങനെ നോക്കണുള്ളൂ. അല്ലാത്തവർക്ക് അളന്ന് നോക്കണവർക്ക് അതിലേക്ക് നോക്കാം. നമ്മൾ ഏകദേശം ഒരു കണക്കെടുത്ത് സെൻട്രൽ പോർഷൻ നോക്കി ഈ കേക്കിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇങ്ങനെ 2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും ഈ എഡ്ജിലേക്ക് നമ്മൾ നൈഫ് വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ എഡ്ജ് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ തന്നെ ഇത് തിരിച്ച് വെച്ച് അടുത്ത എഡ്ജിലേക്ക് ഈ കട്ട് ചെയ്ത പീസ് വച്ചിട്ട് വേണം അടുത്ത എഡ്ജ് കട്ട് ചെയ്യാൻ. അപ്പോൾ കറക്റ്റ് അതേ ലെവലിൽ തന്നെ നമുക്ക് കിട്ടും. നമ്മളത് കട്ട് ചെയ്ത് ഇപ്പോൾ പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പീസ് മാറ്റി വെച്ച പീസ് ഇപ്പം നമുക്ക് ഈ കേക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. എന്നിട്ട് ആ കേക്കിൻ്റെ ഇവിടുന്ന് കട്ട് ചെയ്ത ഭാഗം എടുത്ത് ഇവിടെ വയ്ക്കണം. ഇവിടെ വച്ച് ഇങ്ങനെ ഫിക്സ് ആക്കി വെക്കണം. ഈ സൈഡിൽ നിന്ന് എടുത്ത ഭാഗം ഇവിടെയും ഫിക്സ് ആക്കി വെക്കണം. ഇനി ഇതൊന്നും കൂടെ ഒട്ടി നമ്മൾ സ്റ്റിക്കായിട്ട് ഇരിക്കാൻ വേണ്ടി അതിൻ്റെ പുറമേ കൂടെ കുറച്ചും കൂടെ ഐസിങ് ചെയ്യണം. നമ്മൾ കുറച്ചും കൂടെ ക്രീം വെച്ച് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ട് അവിടെ ഇരുന്നോളൂ. ഈ ഭാഗത്തും ഇവിടെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ അവിടേക്ക് കുറച്ച് ക്രീം പോയിട്ടുണ്ട്. ഈ കേക്കിനെ ഇങ്ങനെ വച്ച് ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേക്ക്. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഒരു ഹാർട്ട് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ 2 ജോയിൻ്റ് വന്നേക്കണ സെൻറ്ററിൽ നിന്നും കുറച്ച് ഭാഗം കട്ട് ചെയ്ത് നമുക്ക് ഒന്ന് എടുത്ത് കളയണം.
നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ ഞാനിതിനുള്ള വിശദമായിട്ടുള്ളത് പറഞ്ഞു തരും. നമ്മൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് കുറച്ചും കൂടെ ക്രീം ചെയ്യുക. നമ്മുടെ ഐസിങ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി കുറച്ച് ഫിനിഷിങ് വർക്കുകളൊക്കെ ഉള്ളൂ, ഡിസൈൻസ് കൊടുക്കാനുള്ളൂ. ഇപ്പം നമ്മൾ റൗണ്ട് ഷേപ്പിലിരുന്ന ഒരു കേക്ക് കറക്റ്റ് ഹാഫ് ഷേപ്പ്, നല്ല കറക്റ്റായിട്ടൊരു ഹാർട്ട് ഷേപ്പുള്ള കേക്കായി. അത്ര നിസ്സാരമായി നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള കേക്കിനെ ഹാർട്ട് ഷേപ്പായിട്ട് മാറ്റാം. ഇപ്പം നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ളൊരു കേക്ക് ഹാർട്ട് ഷേപ്പിലാക്കിയതാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇനി വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും.